Hi friends, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് ബഫറിംഗ് സ്പെസിഫിക്കേഷൻ ഓഫ് ടോക്കൺ ആൻഡ് റെക്കഗ്നേഷൻ ഓഫ് ടോക്കൺ. കമ്പൈലർ ഫേസസിൽ വരുന്ന ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള അനാലിസിസ് ഫേസ്, അതിൽ ലെക്സിക്കൽ അനലൈസർ. ആ ലെക്സിക്കൽ അനലൈസറിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സിനെ നമ്മൾ ലെക്സീം, അതായത് ക്യാരക്ടർ സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സിനെ നമ്മൾ ലെക്സീം എന്ന് പറയും. ആ ലെക്സീം ഇൻപുട്ടായിട്ട് ലെക്സിക്കൽ അനലൈസറിൽ വരുന്ന ലെക്സീംസിനെ സ്കാൻ ചെയ്തിട്ട് ടോക്കൺ ഫോമാറ്റിലേക്ക് മാറ്റുകയാണ്. ഈ ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഇൻപുട്ട് ബഫറിംഗ് സ്പെസിഫിക്കേഷൻ നോക്കാം. അതിനു മുന്നേ നോർമലി നമ്മൾ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്നാണ് ഇൻപുട്ട് ക്യാരക്ടേഴ്സിനെ സ്കാൻ ചെയ്യുന്നത്. ബട്ട് അത് കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് ഇൻപുട്ട് ക്യാരക്ടേഴ്സിനെ ബഫറിലേക്ക് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കാൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ലെക്സിക്കൽ അനലൈസർ സ്കാനിങ് നടക്കുന്നത്. ലെക്സിക്കൽ അനലൈസർ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ക്യാരക്ടർ സ്ട്രീമിനെ അല്ലെങ്കിൽ ലെക്സീംസിനെ സ്കാൻ ചെയ്യുന്നത്. നമ്മൾ ഈ ബഫറിൽ സ്കാൻ ചെയ്യാൻ ലെക്സിക്കൽ അനലൈസർക്ക് രണ്ട് പോയിന്ററിന് ആവശ്യമാണ്. അതാണ് ബിഗിൻ പോയിന്റർ ആൻഡ് ഫോർവേഡ് പോയിന്റർ. ഈ ഫോർവേഡ് പോയിന്ററാണ് ഇതിൻ്റെ ഈ ട്രാക്ക് കീപ്പ് ചെയ്യുന്നത്. ഈ ബഫറിൽ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ബഫറിലുള്ള ലെക്സീം എന്ന് പറയുന്നത് ഇൻറ്റ് ഐ കോമ ജെ സെമിക്കോളൻ ഐ ഈക്വൽ ടു ജെ പ്ലസ് 1 സെമിക്കോളൻ ജെ ഈക്വൽ ടു ജെ പ്ലസ് 1 സെമിക്കോളൻ. ഇതാണ് നമ്മുടെ ബഫറിലുള്ള ലെക്സീംസ്. അപ്പം ഇനീഷ്യലി നമ്മുടെ ബിഗിൻ പോയിന്ററും ഫോർവേഡ് പോയിന്ററും പോയിന്റ് ചെയ്യുന്നത് ഫസ്റ്റ് ക്യാരക്ടറിനെ ആയിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഐനെയാണ് ബിഗിൻ പോയിന്ററും ഫോർവേഡ് പോയിന്ററും പോയിന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് സ്കാൻ ചെയ്ത് പോവുക 1 by 1 ആയിട്ടാണ്, അതായത് 1 ക്യാരക്ടർ അറ്റ് എ ടൈം. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഫ് പി മൂവ് ചെയ്തു ബിഗിൻ പോയിന്റർ ഫസ്റ്റ് ക്യാരക്ടറിനെ തന്നെയായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് ടീനെ സ്കാൻ ചെയ്തു, നമ്മുടെ ഫോർവേഡ് പോയിന്റർ ടീനെ സ്കാൻ ചെയ്തു. ടീനെ സ്കാൻ ചെയ്തതിന് ശേഷം അവിടെ ഒരു ബ്ലാങ്ക് ആണുള്ളത്. ആ ബ്ലാങ്കിനെ എഫ് പി ഇഗ്നോർ ചെയ്തിട്ട്, അത് ഫോർവേഡ് പോയിന്റർ ആ ഒരു ബ്ലാങ്ക് ആണ് വരുന്നതെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാരക്ടറിനെ പോയിന്റ് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം നമ്മൾ പ്രീവിയസ്ലി സ്കാൻ ചെയ്തത് ഒരു ടോക്കൺ ആണെന്ന് അത് ഐഡന്റിഫൈ ചെയ്യുകയും എവിടെയാണോ ഫോർവേഡ് പോയിന്റർ നെക്സ്റ്റ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് അവിടേക്ക് നമ്മുടെ ബിഗിൻ പോയിന്റർ സെറ്റ് ആവുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ബഫറിൽ സ്കാനിങ് നടക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് പറയാനുള്ളത് ബഫറിംഗ് 2 വേയിൽ നടക്കുന്നുണ്ട്. അതായത് 1 ബഫർ സ്കീമും അതുപോലെ തന്നെ 2 ബഫർ സ്കീമും. 1 ബഫർ സ്കീം എന്ന് പറയുമ്പം നമുക്ക് അവിടെ ഒരു ബഫറാണ് ഉള്ളത്. നമ്മൾ അതിലേക്കാണ് നമ്മുടെ ലെക്സീമിനെ പ്ലേസ് ചെയ്യുന്നത്. ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ലെക്സീമിൻ്റെ ലെങ്ത് അഥവാ ലെക്സീം ലോങ് ആണ് എന്തിനേക്കാൾ, നമ്മുടെ ബഫറിനേക്കാൾ ലെക്സീം ലോങ് ആവുന്ന കണ്ടീഷനിൽ നമുക്കത് റീഫിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് ഇപ്പം ഇവിടെ ഇൻറ്റ് ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 സെമിക്കോളൻ ജെ ഈസ് ഈക്വൽ ടു ജെ പ്ലസ് 1 അങ്ങനെയുള്ള ഒരു ലെക്സീമാണ് നമ്മൾ എടുത്തതെങ്കിൽ നമുക്കിവിടെ ബഫറിൽ അത്രയും സ്പേസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇത് സ്കാൻ ചെയ്തതിന് ശേഷം പിന്നും റീഫിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതൊരു ഓവർ റൈറ്റിങ്ങിന് കാരണമാവുന്നുണ്ട്. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടാണ് 2 ബഫർ സ്കീം വരുന്നത്. 2 ബഫർ സ്കീമിൽ പറയുകയാണെങ്കിൽ നമുക്ക് 2 ബഫേഴ്സ് ഉണ്ട്. അവിടെ 2 ബഫേഴ്സ് ഉണ്ട്. കൂടാതെ എക്സ്ട്രാ നമ്മൾ ഒരു ക്യാരക്ടർ, അതായത് EOF എൻഡ് ഓഫ് ബഫർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ 2 ബഫർ, നമുക്ക് 2 ബഫറാണ് ഉണ്ടാവുക. ആ 2 ബഫറിൻ്റെയും എൻഡിൽ ഈ EOF പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഈ EOFനെ നമ്മൾ പറയുന്നത് സെന്റിനൽ എന്നാണ്. അതായത് ഈ സെന്റിനൽ EOF പോയിന്റ് ചെയ്യുന്നത് എൻഡ് ഓഫ് ബഫറാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ സെന്റിനൽ എന്ന് പറയാം. ഈ 2 ബഫറിൻ്റെയും എൻഡിൽ EOFനെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഓൾട്ടർനേറ്റീവിലാണ് ഇതിൽ സ്കാൻ ചെയ്യുന്നത്, ഫിൽ ചെയ്യുന്നതും. നമ്മൾ ഫസ്റ്റ് ബഫറിലോ നമ്മുടെ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ ലെക്സീംസിനെ പ്ലേസ് ചെയ്ത് സ്കാൻ ചെയ്ത് എപ്പോഴാണോ നമ്മുടെ ഫോർവേഡ് പോയിന്റർ നമ്മുടെ എൻഡ് ഓഫ്
ബഫറിൽ പോയിന്റ് ചെയ്യുന്നത്, ആ ഒരു ടൈമിലായിരിക്കും നമ്മുടെ നെക്സ്റ്റ് രണ്ടാമത്തെ ബഫറിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്ട്രീംസ് ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം സ്കാൻ ചെയ്ത് എപ്പോഴാണോ ഈ സെക്കൻഡ് ബഫറിന്റെ എൻഡ് ഓഫ് ബഫറിൽ പോയിന്റ് ചെയ്യുന്നത്, ആ ഒരു ടൈമിൽ നമുക്ക് മനസ്സിലാവും സെക്കൻഡ് ബഫറിന്റെ എൻഡ് ഓഫ് ബഫറിൽ പോയിന്റ് ചെയ്തു എന്നുള്ള കാര്യം. അതായത് അതിന്റെ എൻഡിലെത്തി, നമ്മുടെ സ്കാനിങ് എൻഡിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള കാര്യം. അതേപോലെ തന്നെ എപ്പോഴാണോ ഫസ്റ്റ് ബഫറിന്റെ EOFൽ ഫോർവേഡ് പോയിന്റർ പോയിന്റ് ചെയ്യുന്നത്, ആ ഒരു ടൈമിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ബഫർ എൻഡ് ചെയ്തു, ഫസ്റ്റ് ബഫർ എൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇങ്ങനെയാണ് 2 ബഫർ സ്കീമിൽ സ്കാനിങ് നടക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്, നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മുടെ ബഫറിലേക്ക് ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യും, അതെങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത്, ലെഫ്റ്റ് ടു റൈറ്റ് അതെങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത്, ടോക്കൺ ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ലെക്സിക്കൽ അനലൈസർ ഫൈനൈറ്റ് ഓട്ടോമാറ്റ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്കാനിങ് പെർഫോം ചെയ്യുന്നത്. അതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്, എങ്ങനെയാണ് ഒരു ഫൈനൈറ്റ് ഓട്ടോമാറ്റ വെച്ചിട്ട് നമ്മുടെ ഈ ടോക്കൺസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം. ടോക്കൺ എന്ന് പറയുന്നത് പെയർ ഓഫ് ടോക്കൺ ടൈപ്പ് ആൻഡ് ആട്രിബ്യൂട്ട് വാല്യൂ ആണ്. അതായത് ടോക്കൺ ടൈപ്പ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ടോക്കൺ ആണ്, അതായത് ഒരു റിലേഷണൽ ഓപ്പറേറ്റർ ആണോ, അല്ലെങ്കിൽ ഒരു ഐഡന്റിഫയർ ആണോ, അല്ലെങ്കിൽ ഒരു ന്യൂമെറിക്കൽ ആണോ, അങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടോക്കൺ ടൈപ്പ്. നെക്സ്റ്റ് പറഞ്ഞ ആട്രിബ്യൂട്ട് വാല്യൂ, അതായത് ടോക്കൺ ടൈപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ആട്രിബ്യൂട്ട് വാല്യൂ ഉണ്ടാവും. ഓക്കെ, അതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ എന്താണ് റെഗുലർ ഡെഫിനിഷൻ ഫോർ ടോക്കൺസ് ആണ് കൊടുത്തിരുന്നത്. നമ്മുടെ ഇഫ് ദെൻ എൽസ്, അതിനൊക്കെ ടോക്കണിന്റെ ഡെഫിനിഷനായിട്ട് വരുന്നത് ഇഫ് ദെൻ എൽസ് തന്നെയാണ്. ഓക്കെ, നമ്മുടെ പിന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, അതിന് റീലോപ്പ് ആണ് ടോക്കൺ ഡെഫിനിഷനായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഐഡന്റിഫയർ എന്ന് പറയുമ്പം ലെറ്റേഴ്സും, അതുപോലെ തന്നെ ലെറ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ലെറ്റർ കഴിഞ്ഞതിന് ശേഷം ലെറ്ററിന്റെ അതുപോലെ തന്നെ ഡിജിറ്റിന്റെ കോമ്പിനേഷനാണ് വരുന്നത്. അതിന് നമ്മൾ ഐഡന്റിഫയേഴ്സിനെ ID വെച്ചിട്ടാണ് ടോക്കണിന്റെ ഡെഫിനേഷനായിട്ട് പറയുന്നത്. പിന്നെ ന്യൂമെറിക്കൽസിന് നം വെച്ചിട്ടാണ് ടോക്കണിന്റെ ഡെഫിനേഷനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലാങ്ക്, ടാബ്, ന്യൂ ലൈൻ, ഡിലിമിനേറ്റർ നമ്മൾ ഡിലിം വെച്ചിട്ടാണ് ടോക്കണിന്റെ ഡെഫിനേഷൻ. വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് അത് ഡിലിം പ്ലസ്, അതിന് WS എന്ന് പറഞ്ഞിട്ടാണ് ടോക്കണിന്റെ ഡെഫിനേഷനായിട്ട് പറയുന്നത്. നമുക്കതിന്റെ കറക്റ്റ് ആട്രിബ്യൂട്ട് വാല്യൂസ് നോക്കാം. അതായത് ഓരോ റെഗുലർ എക്സ്പ്രഷനും നമ്മൾ പറഞ്ഞു ടോക്കൺ എന്ന് പറയുന്നത് പെയേഴ്സ് ഓഫ് ടോക്കൺ ടൈപ്പ് ആൻഡ് ആട്രിബ്യൂട്ട് വാല്യൂ ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ റെഗുലർ എക്സ്പ്രഷൻ ഒരു വൈറ്റ് സ്പേസ് ആണെങ്കിൽ അവിടെ അതിന് ടോക്കണും ആട്രിബ്യൂട്ടും നള്ളായിരിക്കും. നമ്മൾ പറഞ്ഞു വൈറ്റ് സ്പേസ് ആവുന്ന ടൈമിൽ പറഞ്ഞാണ്. അതായത് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇഫ് ദെൻ എൽസ്. ഈ 3 കണ്ടീഷനിലും ടോക്കൺ എന്ന് പറയുന്നത് ഇഫ് ദെൻ ഇറ്റ്സെൽഫ് അത് തന്നെയായിരിക്കും, ഇഫ് ദെൻ എൽസ് തന്നെയായിരിക്കും. അതിന് ആട്രിബ്യൂട്ട് വാല്യൂ നള്ളായിരിക്കും. ദെൻ പറയുന്നത് അതായത് ഐഡന്റിഫയർ ആണ്. അതിൻ്റെ ടോക്കൺ എന്ന് പറയുന്ന ID ആണ്. അതിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ പറയുന്നത് പോയിന്റർ ടു ടേബിൾ എൻട്രി, അതായത് നമ്മൾ സിമ്പിൾ ടേബിളിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞതാണ്. ആ സിമ്പിൾ ടേബിൾ എൻട്രിയിലേക്ക് പോയിന്റ് ചെയ്യുന്നതാണ് ID വരുന്ന കേസിൽ. അതായത് ന്യൂമെറിക്കൽസ് ആണ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ടോക്കൺ എന്ന് പറയുന്നത് നം ആണ്. അതിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് പോയിന്റർ ടു ടേബിൾ എൻട്രി. നെക്സ്റ്റ് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ് പറയുന്നത്. ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ അതിനൊക്കെ ടോക്കൺ എന്ന് പറയുന്നത് റീലോപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ്റെത് LT വെച്ചിട്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു LE, ഈക്വൽ ടു EQ, ദെൻ നോട്ട് ഈക്വൽ ടുവിൻ്റെ സിമ്പിളാണ് അത്. നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പം NE, ഗ്രേറ്റർ ദാൻ GT, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു GE. ഇങ്ങനെയാണ് ആട്രിബ്യൂട്ട് വാല്യൂസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ട്രാൻസിഷൻ ഡയഗ്രത്തിൽ അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം.
ട്രാൻസിഷൻ ഡയഗ്രാം നമുക്കറിയാം, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. അതിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഒരു എക്സാമ്പിളായിട്ട് എടുത്താണ്. അതിൻ്റെ ഓട്ടോമേറ്റയാണ് ഉള്ളത്. അതായത് സ്റ്റാർട്ട് സിമ്പിൾ, സ്റ്റാർട്ടിൽ നമ്മൾ എൻ്റർ ചെയ്തു, ഗ്രേറ്റർ ദാൻ സിമ്പിൾ റീഡ് ചെയ്തു, ദെൻ ഈക്വൽ ടു സിമ്പിൾ. ഇതിനെ അക്സെപ്റ്റ് ചെയ്യാണ്. നമ്മുടെ സ്റ്റേറ്റ് നമ്പർ 7, അത് ജസ്റ്റ് നമ്പർ ചെയ്താണ് ഓരോ സ്റ്റേറ്റിനെ. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും. വേറൊരു കേസിൽ അഥവാ കൗണ്ട് ഗ്രേറ്റർ ദാൻ 40, ഈ ഒരു കേസിൽ അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. സ്റ്റാർട്ട് സിമ്പിൾ നമ്മൾ ആദ്യം കൗണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിളിനെ റീഡ് ചെയ്ത് കഴിഞ്ഞു. കൗണ്ട് അതായത് COUNT ഇങ്ങനെ സ്കാൻ ചെയ്ത് പോകും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ബഫറിലേക്ക് എടുത്തതിന് ശേഷം അത് നമ്മൾ ഇൻറ്റ് എങ്ങനെയാണോ സ്കാൻ ചെയ്തത് അതുപോലെ തന്നെ ഇവിടെ കൗണ്ട് സ്കാൻ ചെയ്യും. പിന്നെ നമ്മളിവിടെ ഗ്രേറ്റർ ദാൻ്റെ ടൈമിൽ ആ സ്റ്റേറ്റ് മൂവ് ചെയ്ത് ദെൻ നമ്മുടെ പോയിൻ്റർ എവിടെയാണ് 4നെ പോയിന്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ ഈക്വൽ ടു അല്ല, അപ്പോൾ അത് അതർ കണ്ടീഷനിലാണ് വരുന്നത്. ഓക്കെ, ഈ അതർ കണ്ടീഷനിലേക്ക് വരുന്ന ടൈമിൽ അവിടെ ആ സ്റ്റാർ വെച്ച് കാണിക്കുന്നത് റിട്രാക്റ്റ് ആണ്. അതായത് എവിടെയാണോ നമ്മൾ പോയിന്റ് ചെയ്തിരിക്കുന്നത് അതിനെ ഒന്നുകൂടെ തൊട്ട മുന്നിലേക്ക് പോയിന്റ് ചെയ്തിട്ട് അവിടെ എന്താണെന്നൊന്ന് നോക്കും. അവിടെ നമുക്ക് ഇപ്പം 4നെയാണല്ലോ പോയിന്റ് ചെയ്തിരിക്കുന്നത്, ആ 4നെ പോയിന്റ് ചെയ്ത് നമുക്ക് ഒന്നുകൂടെ റിട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ അത് അതർ കണ്ടീഷനിലേക്ക് തന്നെ വന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അത് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതെന്ത് ചെയ്യും, അത് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനുള്ള ട്രാൻസിഷൻ ഡയഗ്രാമാണ് നോക്കുന്നത്. ഇവിടെ സ്റ്റാർട്ട് സിമ്പിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ആണ് ആദ്യം വരുന്നത്. ലെസ് ദാൻ ദെൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ കഴിഞ്ഞ് ഈക്വൽ ടു ആണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും, റിട്ടേൺ റീലോപ്പ് LE, അതായത് നമ്മുടെ ടോക്കൺ ടൈപ്പ് ആട്രിബ്യൂട്ട് വാല്യൂ, അങ്ങനെയാണ് നമ്മൾ ടോക്കണിനെ റെക്കഗ്നൈസ് ചെയ്യാന്ന് പറഞ്ഞു, അത് റിട്ടേൺ ചെയ്യും. ഓക്കെ, ദെൻ ലെസ് ദാൻ സിമ്പിൾ, ദെൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ആ ഒരു ടൈമിൽ നമ്മൾ അതിന് നോട്ട് ഈക്വൽ ടു സിമ്പിൾ ആണല്ലോ, അങ്ങനെ വരുന്ന ടൈമിൽ എന്ത് റിട്ടേൺ ചെയ്യും, റീലോപ്പ് NE, നോട്ട് ഈക്വൽ ടുവിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ NE റിട്ടേൺ ചെയ്യും. അതർ കേസ് എന്ന് പറയുന്നത് ഇവിടെ വേറെ ഒരു ഡിജിറ്റോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ അതർ കേസിലേക്ക് വരുന്നത്. നമ്മൾ നേരത്തെ കൗണ്ട് ഗ്രേറ്റർ ദാൻ 40 നോക്കിയതുപോലെ. അപ്പോൾ ലെസ് ദാൻ കഴിഞ്ഞിട്ട് വേറെ അതേഴ്സ് ആണെങ്കിൽ വരുന്നതെങ്കിൽ നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കാം, റിട്രാക്ട് ചെയ്ത് നോക്കുമ്പോഴും അത് തന്നെയാണെങ്കിൽ അതെന്താണ്, ലെസ് ദാൻ ആണ്. ഓക്കെ, അപ്പോൾ റിട്ടേൺ ചെയ്യുന്നതാണ് റീലോപ്പ് LT. ദെൻ ഈക്വൽ ടു, സ്റ്റാർട്ട് സിമ്പിൾ കഴിഞ്ഞു, നമ്മൾ ഈക്വൽ ടു ആണെങ്കിൽ അത് എന്ത് റിട്ടേൺ ചെയ്യും, റിട്ടേൺ റീലോപ്പ് EQ റിട്ടേൺ ചെയ്യും. ദെൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുന്ന കേസിൽ അതെന്ത് റീലോപ്പ് GE റിട്ടേൺ ചെയ്യും. ഗ്രേറ്റർ ദാൻ മാത്രമാവുന്ന കേസിൽ അങ്ങനെയാകുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഒരു ലെറ്ററോ ഒരു ഡിജിറ്റോ അങ്ങനെയായിരിക്കും. അപ്പം ആ ഒരു കേസിൽ അതറിലേക്കാണ് വരിക, അത് റിട്രാക്ട് ചെയ്യും, അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്ത് ചെയ്യും, റിട്ടേൺ റീലോപ്പ് GT റിട്ടേൺ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഐഡൻറ്റിഫയേഴ്സ് ആൻഡ് കീവേഡ്സ്. ഇതിൻ്റെ ഒരു ട്രാൻസിഷൻ ഡയഗ്രാമാണ് പറയുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഐഡൻറ്റിഫയേഴ്സും കീവേഡും സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്ററിലാണ്. ലെറ്റർ കഴിഞ്ഞതിന് ശേഷം ലെറ്ററോ ഒരു ഡിജിറ്റിൻ്റെയോ കോമ്പിനേഷൻ വരും. ആ ഒരു കേസിൽ നമ്മുടെ ആ 10 നമ്പർ ചെയ്ത ആ സ്റ്റേറ്റിൽ ലെറ്ററോ ഡിജിറ്റോ മൂവ് ചെയ്യും. ദെൻ അതറിലെ കേസിൽ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തും, അത് റിട്രാക്ട് ചെയ്യും. ദെൻ റിട്ടേൺ ചെയ്യുക ഗെറ്റ് ടോക്കൺ ഓഫ് ഇൻസ്റ്റാൾ ID ഓഫ്. അതെന്താണെന്ന് നമുക്ക് പറയാം. ഗെറ്റ് ടോക്കൺ ഓഫ് എന്ന് പറയുന്നത് റിട്ടേൺസ് ടോക്കൺ ID, if then etc if it looks the symbol table. നമ്മുടെ സിമ്പിൾ ടാബിലേക്ക് നോക്കുകയാണ്. അതായത് ഈ ഗെറ്റ് ടോക്കൺ എന്ന് പറയുമ്പം എന്താണ്, അതിൻ്റെ ID ആണെങ്കിൽ അത് ID റിട്ടേൺ ചെയ്യും, ഇഫ് ആണെങ്കിൽ ഇഫ്, ദെൻ ആണെങ്കിൽ ദെൻ, അങ്ങനെയൊക്കെ. അത് എന്താ, നമ്മൾ സിമ്പിൾ ടാബിലേക്ക് പോയിന്റ് ചെയ്തതിന് ശേഷം. പിന്നെ ഇൻസ്റ്റാൾ ID എന്ന് പറയുന്നത് റിട്ടേൺ 0 ഇഫ് കീവേഡ് ഓർ എ പോയിന്റർ. അതായത് അതൊരു കീവേഡോ അല്ലെങ്കിൽ ഒരു പോയിന്ററോ ആണെങ്കിൽ, ഒരു കീവേഡ് ആണെങ്കിൽ അതെന്ത് 0 റിട്ടേൺ ചെയ്യും, ID ആണെങ്കിൽ നമ്മുടെ സിമ്പിൾ ടാബിൾ എൻട്രിയിലേക്ക് പോയിന്റ് ചെയ്യും. ഇതാണ് പറയുന്നത്. അതിൻ്റെ
അതിൻ്റെ ഡീറ്റെയിൽ നോക്കാം നമുക്ക്. ഇൻപുട്ട് സ്ട്രിങ് ഗെറ്റ് ടോക്കൺ ഇൻസ്റ്റാൾ ഐ ഡി, അതായത് ഇൻപുട്ട് സ്ട്രിങ് ഏതാണോ വരുന്നത് 4 ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ഗെറ്റ് ടോക്കണിൽ അത് 4 തന്നെയായിരിക്കും. അതിൻ്റെ ഇൻസ്റ്റാൾ ഐ ഡി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബിക്കോസ് അതൊരു ഐഡൻറ്റിഫയർ അല്ല, അതൊരു കീവേഡ് ആണ്. കീവേഡ് ആയതുകൊണ്ട് നമ്മൾ ഗെറ്റ് ടോക്കണിൽ മാത്രമേ അതിൻ്റെ വാല്യൂ ഉണ്ടാവും. ഇൻസ്റ്റാൾ ഐ ഡി എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെക്സ്റ്റ് ഇഫിൽ വരുന്നത് ഇഫ് അതിൻ്റെ ഗെറ്റ് ടോക്കൺ എന്ന് പറയുന്നത് ഇഫ് തന്നെയായിരിക്കും. ഇൻസ്റ്റാൾ ഐ ഡി എന്ന് പറയുന്നത് 0 ആയിരിക്കും. എൽസും അതേപോലെ തന്നെ കണ്ടീഷനാണ്. ബിക്കോസ് അതൊക്കെ എന്താണ്, കീവേഡ്സ് ആണ്. ദെൻ നമ്മുടെ കൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഐഡൻറ്റിഫയർ ആണ്. അതുകൊണ്ട് ഗെറ്റ് ടോക്കണിൽ ഐ ഡി വരും. ഇൻസ്റ്റാൾ ഐ ഡി എന്ന് പറയുന്നത് പോയിൻ്റർ ടു സിമ്പിൾ ടേബിൾ എൻട്രി ഫോർ കൗണ്ട്, അതായത് കൗണ്ടിൻ്റെ സിമ്പിൾ ടേബിളിൽ കൗണ്ട് എവിടെയാണുള്ളത് അതിൻ്റെ എൻട്രിയിലേക്ക് പോയിന്റ് ചെയ്യും. പിന്നെ num4 എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫയർ ആണ്. അതേപോലെ സിമ്പിൾ ടേബിൾ എൻട്രിയിൽ num4 എവിടെയാണോ അതിനെ പോയിന്റ് ചെയ്യും. ഇതാണ് നമ്മുടെ കീവേഡ് ആൻഡ് ഐഡൻറ്റിഫയേഴ്സിൽ പറയുന്നത്. നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഒരു സോഴ്സ് പ്രോഗ്രാം ആണ്. ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 then എക്സ് എൽസ് വൈ. അത് നമ്മൾ ലെക്സിക്കൽ അനലൈസറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ പറഞ്ഞു ഇതെന്ന് പറഞ്ഞാൽ ലെക്സിൻസ് ആണ്. അപ്പോൾ ലെക്സിക്കൽ അനലൈസർ അത് സ്കാൻ ചെയ്ത് ടോക്കൺ ഫോമാറ്റിലേക്ക് മാറ്റും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ടോക്കൺ അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്. നമ്മൾ പറഞ്ഞു ടോക്കൺ എന്ന് പറയുന്നത് പെയർ ഓഫ് ടോക്കൺ ആൻഡ് ആട്രിബ്യൂട്ട് വാല്യൂ ആണ്. ഹിയർ ഇഫ് എന്ന് പറയുന്നതിൻ്റെ ടോക്കൺ എന്ന് പറയുന്നത് ഇഫ് തന്നെയാണ്. അതിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ നള്ളാണ്. അത് നമ്മൾ നേരത്തെ ആട്രിബ്യൂട്ട് വാല്യൂ ടേബിളിൽ നമ്മൾ കണ്ടതാണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഐഡൻറ്റിഫയർ ആണ്. അതുകൊണ്ട് അതിൻ്റെ ടോക്കൺ എന്ന് പറയുന്നത് ഐ ഡി ആയിരിക്കും. ദെൻ ആട്രിബ്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് പോയിൻ്റർ ടു എക്സ് ഇൻ സിമ്പിൾ ടേബിൾ, അതായത് സിമ്പിൾ ടേബിൾ എവിടെയാണോ എക്സ് ഉള്ളത് അങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതൊരു റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. അതുകൊണ്ട് അതിൻ്റെ ടോക്കൺ എന്ന് പറയുന്നത് റീലോപ്പ് ആണ്. ആ റീലോപ്പ് ആയിരിക്കും. പിന്നെ അതിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് എൽ ഇ. നെക്സ്റ്റ് 10 ആണ് വരുന്നത്. 10 എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. ആ ഒരു ന്യൂമറിക്കൽ വാല്യൂന് നമ്മൾ പറഞ്ഞു നം എന്നാണ് ടോക്കണിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. അതിൽ നം ടോക്കൺ എന്ന് പറയുമ്പോൾ അപ്പോൾ നം ആയിരിക്കും. അതിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് പോയിൻ്റർ ടു 10 ഇൻ സിമ്പിൾ ടേബിൾ. അത് എവിടെയാണോ സിമ്പിൾ ടേബിൾ 10 ഉള്ളത് അവിടേക്ക് പോയിന്റ് ചെയ്യും. നെക്സ്റ്റ് ദെൻ എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ദെൻ തന്നെയായിരിക്കും. ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നള്ളായിരിക്കും. പിന്നെ നെക്സ്റ്റ് എക്സ് ആണ് വരുന്നത്. അതൊരു ഐഡൻറ്റിഫയർ ആണ്. ഐ ഡി ആണ് ടോക്കൺ. അതുപോലെ തന്നെ പോയിൻ്റർ ടു എക്സ് ഇൻ സിമ്പിൾ ടേബിൾ. എൽസ് എന്ന് പറയുന്നതും ഒരു കീവേഡ് ആണ്. അതുകൊണ്ട് ടോക്കൺ എന്ന് പറയുന്നത് ടോക്കൺ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എൽസ് തന്നെയായിരിക്കും. ആട്രിബ്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് നള്ളും ആയിരിക്കും. ഓക്കെ, ദെൻ വൈ ആണ് വരുന്നത്. വൈ ഒരു ഐഡൻറ്റിഫയർ ആണ്. സോ ടോക്കൺ ഡെഫിനിഷൻ ഐ ഡി ആയിരിക്കും. ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് പോയിൻ്റർ ടു y in simple table. Okay, next transition diagram for unsigned integer numeric constant. Unsigned integer numeric constant ട്രാൻസിഷൻ ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളിവിടെ സ്റ്റേറ്റിൽ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഡിജിറ്റ്, ദെൻ കോമ്പിനേഷൻ ഓഫ് ഡിജിറ്റ്സ് വരാം, അതാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അതേഴ്സിൻ്റെ കേസിൽ ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തും. അവിടെ റിട്രാക്ട് ചെയ്തിട്ട് എന്താണ് റിട്ടേൺ ചെയ്യുക, ഇൻസ്റ്റാൾ നം ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് റിട്ടേൺ ചെയ്യുക. ഈ ഇൻസ്റ്റാൾ നം ഓഫ് എന്ന് പറയുന്നത് എൻറ്റേഴ്സ് ദ നമ്പർ ഇൻ എ ലിറ്ററൽ ടേബിൾ ആൻഡ് റിട്ടേൺസ് എ പോയിൻ്റർ ടു ദാറ്റ് എൻട്രി. ആ എൻട്രിയിലേക്കുള്ള പോയിൻ്റർ എന്താണോ അതിനെ റിട്ടേൺ ചെയ്യും. ഓക്കെ,
ട്രാൻസിഷൻ ഡയഗ്രാം ഫോർ വൈറ്റ് സ്പേസ്. ആ വൈറ്റ് സ്പേസിനുള്ള ട്രാൻസിഷൻ ഡയഗ്രാമാണ് പറയുന്നത്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഡിലിമിനേറ്റർ, ദെൻ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിലിമിനേറ്റർ വരികയാണ്, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഡിലിമിനേറ്റർ വരികയാണെങ്കിൽ അത് അവിടെ റൺ ചെയ്തു. ദെൻ അതറിൻ്റെ കേസിൽ റിട്രാക്ട് ചെയ്ത് accept ചെയ്യും. It accepts the white space, അതായത് ന്യൂ ലൈൻ ടാബ് സ്പേസ് ആൻഡ് സ്പേസ്. റിട്ടേൺ ദ ടോക്കൺ WS എന്ന് നമ്മൾ പറഞ്ഞു വൈറ്റ് സ്പേസ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അതായത് എന്താണ് ലെക്സിക്കൽ അനലൈസറിലേക്ക് ഇൻപുട്ടായിട്ട് വരുന്ന ലെക്സിൻസിനെ എങ്ങനെയാണ് സ്കാൻ ചെയ്തിട്ട് അതൊരു ടോക്കൺ ഫോമാറ്റിലേക്ക് മാറ്റുന്നത് യൂസിങ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഓക്കെ, താങ്ക് യു.